ചിത്രകലാ പരിഷത്തിന്റെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ക്യാമ്പുകളെ ഞാൻ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ ക്യാമ്പിനെ മറ്റ് ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ക്യാമ്പിന്റെ അകത്ത് പങ്കെടുക്കുന്ന വിവിധ മേഖലയിലുള്ള ചിത്രകാരന്മാരുടെ അവരുടെ ഈ ക്യാമ്പിലുള്ള അവരുടെ ഒരു പെരുമാറ്റ രീതികൾ വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ചിത്രകാരന്മാർ തമ്മിലൊരു പരസ്പര ബന്ധം, പരസ്പര ബന്ധം. അതെ അതെ. അതായത് പൊതുവെ ഈ കലാകാരന്മാർ ഭയങ്കര ഈഗോസെൻട്രിക്കുകളാണ്, ആരും ആരെ അംഗീകരിക്കത്തില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു മറുപടി നമ്മുടെ ചിത്രകലാ പരിഷത്തിന്റെ ക്യാമ്പിലുണ്ട്. അതിന്റെ പ്രധാന കാരണം ഒന്ന് ഇതിന്റെ ഒരു സംഘടനാ രീതിയാണ്. അപ്പൊ ഇത് ഈ വിപുലമായ രീതി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പൊ അതിനകത്ത് വളരെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സിസ്റ്റം ഇതിനകത്തുണ്ട്. അപ്പൊ ആ സംഘടനാ സിസ്റ്റം വളരെ മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ കാണുകയും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുന്ന പ്രോഗ്രാമുകളിലൂടെ അതിന് കൃത്യമായ കൂടിയാലോചനകളിലൂടെ അത് നടപ്പാക്കുന്ന രീതിയിലൂടെ കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വലിയ ഔട്ട്പുട്ട് നടത്താൻ കഴിയുന്നതാണ്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ ചിത്രകലാ പരിഷത്തിലെ മെമ്പേഴ്സിന്റെ ഈ അവരുടെ ചിത്രകലയോടുള്ള കമ്മിറ്റ്മെന്റ്, രണ്ടാമത് ആ കമ്മിറ്റ്മെന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവര് മുഖ്യധാരയിൽ ലേക്ക് എത്താൻ വേണ്ടി അവർ നടത്തുന്നൊരു സ്ട്രഗിൾ. അപ്പൊ ഇത് സംഗതി ഉണ്ട്. പക്ഷെ അവരെ ആ ഒരു ലക്ഷ്യബോധത്തിൽ അവരെ ഒരുമിപ്പിക്കുന്ന അടിസ്ഥാന സംഗതി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം മനസ്സിലുള്ള കലയാണ്, ചിത്രകലയോടുള്ള അത്യഗാധമായ സ്നേഹമാണ്. ആ അത്യഗാധമായ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരസ്പര ബന്ധമാണ് വരുന്നുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് മാറും. അതൊരു കൾച്ചറൽ മൂവ്മെന്റ് ആണ്. അപ്പൊ ആ കൾച്ചറൽ മൂവ്മെന്റ് അങ്ങനെ ഉണ്ടാകുന്ന സൃഷ്ടികൾക്ക് സ്വാഭാവികമായിട്ടും അത് അക്കാദമികമായ പരിഗണന അത് വിലയിരുത്തണം. മറിച്ച് അത് ഉണ്ടായി വരുന്ന ജെനുവിനായിട്ടുള്ള അതിന്റെ ഒരു ജെനുവിനിറ്റി ഉണ്ട്. ആ സംഗതി എന്ന് പറയുന്നത് കലയുടെ ഒരു സ്പർശം, ഒരു റിയലായിട്ട്, ഒരു ജെനുവിനായിട്ട് അത് രൂപപ്പെട്ടു വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു സംഗതി ഒരു കൃത്രിമത്വമല്ല. എന്നുവെച്ചാൽ ഒന്ന് പരസ്പര ബന്ധം. ആ പരസ്പര ബന്ധം എന്ന് പറഞ്ഞാൽ കലയോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ. അതേസമയം തന്നെ അതിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന കലാവസ്തുക്കൾ, പെയിന്റിങ് എന്ന് പറയുന്നത് ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളതുകൊണ്ട് അതിന് ചരിത്രത്തിലൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആർട്ടിസ്റ്റുകൾ നമ്മുടെ സംഘടനയിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ആദ്യമായിട്ട് വരുന്നവരെ പിന്നെ ഈ ഒരു പ്രോസസ്, ഇതിനകത്തുള്ള ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ അതിനകത്തുള്ള ഒരു പരസ്പര ബന്ധത്തിന്റെയും ഒരു സംഗതി ഇന്ന് പരസ്പര ബന്ധം വളരെ കുറവാണ്. ഇന്ന് ആൾക്കാർ തമ്മിൽ ബന്ധം നശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനകത്ത് ദൃഢമായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇത് ബന്ധങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിത്രകലാ പരിഷത്തിൽ ചിത്രകാരൻ തമ്മിലുള്ള പരസ്പര ബന്ധം ഐക്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ.